നോമ്പ് കാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് തീർത്ഥാടനം, പദയാത്രകൾ. നമ്മൾ കനകമലയിലേക്ക് പോകുന്നു, മലയാറ്റൂർക്ക് പോകുന്നു, തീർത്ഥാടനം, അതുപോലെ യാത്രകൾ, വിലാപയാത്രകൾ, കുരിശിൻ്റെ വഴികൾ, ഇതെല്ലാം നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഈ യാത്രയ്ക്ക്, ഇപ്പോൾ മലയാറ്റൂർക്കാണ് നമ്മൾ തീർത്ഥാടനം നടത്തുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ശബരിമലയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ ഇരുമുടിക്കെട്ട് അത് 2 കെട്ടാണ്. അതിലൊന്ന് വലിയതും ഒന്ന് ചെറുതും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കെട്ടി തലയിൽ വെച്ചുകൊണ്ടാണ് അവർ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്നത്. അതിലെന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, വലിയ കെട്ട് അത് പലപ്പോഴും അവരുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളുമാണ്. എന്നാൽ ഒരു ചെറിയ കെട്ടുമുണ്ട്. ആ ചെറിയ കെട്ട് അവരുടെ ത്യാഗങ്ങളാണ്. എപ്പോഴും ത്യാഗം നമ്മൾ അന്വേഷിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ കുറവ്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് ത്യാഗങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ചെറിയ കെട്ട്. ഇത് രണ്ടും കൂടെ, ത്യാഗം അതുപോലെ നിൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും, ഇത് രണ്ടുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരു പദയാത്രയ്ക്ക് പോകുമ്പോൾ, മലയാറ്റൂർ മല നമ്മൾ കയറുമ്പോൾ, നമുക്കും ഒരു ഇരുമുടിക്കെട്ട് നമ്മുടെ കയ്യിലുള്ള ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ അപേക്ഷകളാകുന്ന വലിയ ഒരു കെട്ടും, നമ്മുടെ ത്യാഗം, ഈ നോമ്പ് കാലത്തിൽ നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള ത്യാഗപ്രവൃത്തികൾ, അതിൻ്റെ ഒരു ചെറിയ കെട്ടും, ഇത് കൊണ്ടുപോയി നമുക്ക് തോമാസ് ശ്ലീഹായുടെ പാദാന്തികത്തിൽ അർപ്പിച്ചുകൊണ്ട്, ഇതാണ് എൻ്റെ ജീവിതം, ഒരു പിടി അപേക്ഷകളും ഒരു പിടി ത്യാഗങ്ങളും, ഇത് സ്വീകരിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും നാടിനെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ അവസരത്തിൽ പദയാത്രകൾ നമ്മൾ നടത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പദയാത്രയ്ക്ക് പോകുന്ന അവസരത്തിലും നമ്മൾ സംഭരിക്കുന്ന നമ്മുടെ എല്ലാ ത്യാഗങ്ങളും അത് പുണ്യവാൻ്റെ തോമാസ് ശ്ലീഹായുടെ തൃപാദത്തിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരുപിടി അപേക്ഷകളും ഒരുപിടി ത്യാഗങ്ങളുമാകുന്ന ഈ ഇരുപിടിക്കെട്ടാണെന്നുള്ള ചിന്തയോടുകൂടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്ന അയ്യപ്പൻ ഭക്തരെ പോലെ നമുക്കും യേശുനാഥൻ കൽപ്പിച്ചള്ളിയതുപോലെ നമ്മുടെ ജീവിതമാകുന്ന കുരിശും എടുത്തുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമുക്ക് മലയാറ്റൂർ മല കയറി ആ തോമാസ് ശ്ലീഹായുടെ സന്നിധിയിലേക്ക് നമുക്ക് യാത്രയാകാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. പ്രസാദപരനാഥ തോമാസ് ശ്ലീഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.